ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു ഇൻകം ടാക്സ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാലൻസ് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആക്ച്വലി ഡിഫറെൻറ്റ് ടേംസ് റിലേറ്റഡ് ടു ഇൻകം ടാക്സ് ആണ് അല്ലേ. മാത്രമല്ല ഇനി ഇതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് നോക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നമുക്ക് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടാക്സ് പേ ചെയ്യുമല്ലോ. അപ്പോൾ ടാക്സ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബേസിക് കണ്ടീഷൻസ് ആൻഡ് അഡീഷണൽ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റെസിഡൻ്റ് ആണ്. നമ്മൾ റെസിഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പം റെസിഡൻറ്റും ഉണ്ട് നോൺ റെസിഡൻറ്റും ഉണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇനി സർചാർജ് മുതലുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാക്സ് റേറ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ടാക്സ് റേറ്റും റിബാറ്റും സെസ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ള ഒരു കാര്യമാണ് സർചാർജ് എന്ന് പറയുന്നത്. സർചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 50 lakhന് മുകളിലും 1 crore താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ് ടു 10% എന്ത് ചെയ്യണം, സർചാർജ് റേറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ടാക്സ് ആണ് ആക്ച്വലി. ദെൻ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1 crore-നും 2 crore-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ 50% നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, സർചാർജ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇൻകം 2 crore-നും 5 crore-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ 25% നമ്മൾ സർചാർജ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഇനി നമ്മുടെ ഇൻകം 5 crore-ന് എബോവ് ആണ് എന്നുണ്ടെങ്കിൽ 37% നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, സർചാർജ് കൊടുക്കാൻ നിർബന്ധിതരാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടാക്സ് റേറ്റ് തന്നെയാണ്. ഇത്രയും ദിവസം ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് റേറ്റ് ആയിരുന്നു. പക്ഷേ അതുപോലെ തന്നെ ഉണ്ട് പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ട്, ഡൊമസ്റ്റിക് കമ്പനീസ് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ട്രസ്റ്റുകളുണ്ട്, ഫേംസ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ടാക്സ് പേ ചെയ്യാൻ ലയബിളാണ്. പക്ഷേ ഇവർക്കൊക്കെ ഇൻഡിവിജ്വലിൻ്റെ പോലെ 60 years താഴെയാണെന്നുണ്ടെങ്കിൽ 2,50,000 അങ്ങനെയുള്ള ആ ഒരു റേഞ്ചല്ല ഇവർക്കുള്ളത്. ഇവർക്കൊരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ഇതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഇൻകത്തിൻ്റെ 30% എന്ത് ചെയ്യേണ്ട ആവശ്യം വരും, 30% അവർ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. പ്ലസ് 12% സർചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. സർചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 1 crore-ന് അബോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സർചാർജ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എല്ലാ കേസിലും 4% തന്നെയാണ്. അതിന് കമ്പനി ആവട്ടെ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആവട്ടെ, അല്ലെങ്കിൽ ഫേം ആവട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റി ആവട്ടെ, ഇവർക്കെല്ലാവർക്കും വരുന്നത് എത്രയാണ്, 4% തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം ആവുന്ന സമയത്ത് ഇവർ അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 30% എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവർ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതായത് ഇവിടെ എന്ന് പറയുന്നത് എന്തിൻ്റെ 30% ആണ്, അവരുടെ ടോട്ടൽ ഇൻകം. ഇവിടെ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻഡിവിജ്വലിൻ്റെ കേസിലുള്ളതുപോലെ 5 headsലെ ഇൻകം അല്ല. ദറ്റ് മീൻസ് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട് ആൻഡ് അതർ സോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ സാലറി ഇല്ലാത്ത ബാക്കി 4 ഹെഡിലെ ഏതൊക്കെയാണ്, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അതർ സോഴ്സസ്. ഈ 4 സോഴ്സിലെ ഹെഡിലെ ഇൻകംസ് ആണ് ഇവിടുത്തെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ള എംകോമിലാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ദെൻ ടാക്സ് റേറ്റ് നമ്മൾ പറയുന്നത് കമ്പനീൻ്റെ കേസാണ്. കമ്പനീൻ്റെ കേസിൽ ഡൊമസ്റ്റിക് കമ്പനി ഉണ്ട്, ഫോറിൻ കമ്പനി ഉണ്ട്. ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ, നമ്മുടെ കൺട്രിയുടെ ഉള്ളിലുള്ള കമ്പനിയാണ്. എന്നാൽ ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് ദ കൺട്രിയാണ് അല്ലേ, ഔട്ട്സൈഡ് ഇന്ത്യയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്, നമ്മുടെ ഇവിടെ ഇവരുടെ നോർമൽ റേറ്റ് വരുന്നത് 30% തന്നെയാണ്. ഇപ്പോൾ അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 400 crore-ന് ലെസ് ആണ് എന്നുണ്ടെങ്കിൽ, 400 crore-ന് താഴെയാണെന്നുണ്ടെങ്കിൽ അവർ 25% എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് റേറ്റുകൾ പറയുന്നുണ്ട്. ദെൻ നമ്മൾ ഫോറിൻ കമ്പനിയാണ് നോക്കുന്നത്. ഫോറിൻ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, 40% ആണ് 30%-നും 25%-നും പകരം അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ സർചാർജ് അവിടെ അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ സർചാർജ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ സെസ് ഉണ്ട്. ഓക്കെ, 4% സെസ് ഉണ്ട്. ഈ ടാക്സ് റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാനുള്ളത് അവരുടെ ഇൻകത്തിൻ്റെ ഫസ്റ്റ്
10,000 ഉണ്ടല്ലോ, ആ 10,000-ന് അവർ 10%, നെക്സ്റ്റ് 10,000 മുതൽ 20,000 വരെ ഉണ്ടല്ലോ, അതായത് 10,001 മുതൽ 20,000 വരെ അവരെന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, 20% ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി എബോവ് 20,000 ആണെന്നുണ്ടെങ്കിൽ 30%, അതായത് അവരുടെ ഇൻകത്തിൻ്റെ ഫസ്റ്റ് 10,000-ന് അവരുടെ ഇൻകത്തിൻ്റെ ഫസ്റ്റ് 10,000-ന് 10%, നെക്സ്റ്റ് 10,000-നും 20%, ബാലൻസിന് 30%. ഇങ്ങനെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ടാക്സ് റേറ്റ് വരുന്നത്. ഇനി ലോക്കൽ അതോറിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടാക്സ് റേറ്റ് വരുന്നത് 30% പ്ലസ് 12% സർചാർജ് ഇഫ് അപ്ലിക്കബിൾ ആൻഡ് 4% സെസ്. ഓക്കെ, ഇനി നമ്മൾ പുതിയ ടാക്സ് റെജീമാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് സെക്ഷൻ 115BAC പ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത്. ചില സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർ സെക്ഷൻ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടാവും, ബട്ട് അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും അണ്ടർ സെക്ഷൻ 115BAC. അതാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ഒരിക്കലും തരാറില്ല. നമ്മൾ പൊതുവേ ഓൾഡ് റെജീം മീൻസ് നമുക്കറിയാമല്ലോ അല്ലേ, നമ്മുടെ ഇൻഡിവിജ്വലിൻ്റെ റേറ്റ് എത്രയാണ് അറിയാം. 6 ഇയേഴ്സിന് ബിലോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റേഞ്ച് അറിയാം. പെർട്ടിക്കുലർ റേഞ്ച് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങളത് ബൈ ഹാർട്ട് ആക്കരുത്, നിങ്ങളത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കാണുക കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ BCom മാത്രമല്ല, MCom ആവട്ടെ, MComലാവട്ടെ, നെക്സ്റ്റ് സെമ്മിലാവട്ടെ ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒന്നുമാണ് അത് കേട്ടോ. അപ്പോൾ ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അത് അറിയേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ന്യൂ ടാക്സ് റെജീം പ്രകാരമുള്ള ഇൻകം ടാക്സ് സ്ലാബും അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ന്യൂ ടാക്സ് റെജീമിൽ അവർ ഫസ്റ്റ് 3 lakhന്, ദാറ്റ് മീൻസ് അപ് ടു 3 lakh വരെ അവർ ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട. പിന്നെ 3 lakh to 6 lakh 5%, 6 lakh to 9 lakh 10%, ആൻഡ് 9 to 12 15%, 12 to 15 20%. ഇങ്ങനെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഡിഫോൾട്ട് ടാക്സ് റെജീമാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, ഡിഡക്ഷൻസ് നോട്ട് അലൗഡ്, HRA, LTA, ITC, ATD, ഹോം ലോൺ, ഇൻട്രസ്റ്റ് എക്സെട്ര, ഇതൊക്കെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇനി നമ്മൾ ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും കണ്ടിട്ടില്ല. ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് നമ്മളിപ്പോൾ എത്രയാണോ ടാക്സ് പേ ചെയ്യാനുള്ളത് അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ് അതേ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എത്രയാണോ ടാക്സ് പേ ചെയ്യാനുള്ളത് ആ ടാക്സ് പേ ചെയ്യാനുള്ളത് ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ്, എന്താണ് നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ് അതേ ഇൻറ്റു 100. അതാണ് എന്തെന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ ടാക്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100. ഓക്കെ, ഇനി അതിനിവിടെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 12 lakh ആണ്. എത്രയാണ്, 12 lakh ആണ്. അപ്പോൾ ഈ 12 lakhന് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലേ. 12 lakhൻ്റെ ടാക്സ് നമ്മൾ പേ ചെയ്യും. എങ്ങനെ പേ ചെയ്യുക, നമ്മൾ ഫസ്റ്റ് 2,50,000-ന് എന്താണ്, നില്ലാണ് അല്ലേ, നമ്മൾ ടാക്സ് ഒന്നും പേ ചെയ്യേണ്ട. നെക്സ്റ്റ് 2,50,000-ന് എത്ര പെർസെൻറ്റേജാ 5% ആണ് അല്ലേ. അപ്പോൾ ഈ 5% എന്ന് പറയുമ്പോൾ 12,500 എന്ന് വരും. ഇനി നെക്സ്റ്റ് 5 lakh ആണ് അല്ലേ, നെക്സ്റ്റ് 5 lakhന് എത്ര പെർസെൻറ്റേജാണ് 20%. അപ്പോൾ ഇവിടെ എത്ര വരും, 1 lakh എന്ന് വരും അല്ലേ. ദെൻ നമുക്ക് തന്നിട്ടുള്ളത് ബാലൻസ് അല്ലേ, ബാലൻസ് എത്രയുണ്ട്, 2 lakh ആണ് ബാലൻസ് ഉള്ളത് അല്ലേ. 10 lakhന് അബവ് 2 lakh ആണ്. അതിൻ്റെ 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 60,000 എന്ന് വരും. അപ്പോൾ ഈ ഒരു 12,500 പ്ലസ് 1 lakh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,12,500 എന്ന് വരും. ദെൻ 60,000, അപ്പോൾ 1,72,500 എന്ന് വരും. എന്ത് വരും, 1,72,500 എന്ന് വരും അല്ലേ. 72,500 എന്ന് വരും, 1,72,500 അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ എന്ത്, ടാക്സ് പേ എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് പേയബിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻകം ഇൻറ്റു 100 ആണ് ആവറേജ് റേറ്റ് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ ടാക്സ് പേയബിൾ എത്രയാണ്, 1,72,500 ആണ്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ ഇൻകം എത്ര, 12 lakh ആണ് അല്ലേ. അതേ ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 14.375 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ മാക്സിമം മാർജിനൽ റേറ്റ് ഓഫ് ടാക്സ് ആണ്. ഈ മാക്സിമം MMR എന്ന് പറയും കേട്ടോ, മാക്സിമം മാർജിനൽ റേറ്റ്. ഓക്കെ, MMR മാക്സിമം മാർജിനൽ റേറ്റ്. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 29C പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് എഫക്റ്റീവ് ടാക്സ് ഓഫ് ഇൻകം ഇൻക്ലൂഡിങ് സർചാർജ് ആൻഡ് സെസ്. മാക്സിമം നമുക്ക് ഈടാക്കാൻ പറ്റുന്ന ടാക്സ് എത്രയാണ്, പ്ലസ് സർചാർജും ഉണ്ട് സെസ്സും ഉണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് എത്രയാണ് മാക്സിമം ടാക്സ് ഈടാക്കാൻ പറ്റുക. അത് ഇൻഡിവിജ്വലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 42.7
42.744 എന്ന് വരും. അപ്പോൾ ഇവിടെ ഓരോരുത്തരുടെയും MMR റേറ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മൾ പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി അല്ലേ. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ടാക്സ് പേ ചെയ്യാൻ ലേബിളാണോ ലേബിളല്ലേ എന്നുള്ളത് നോക്കുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വഴിയാണ്. അപ്പോൾ ചില പണക്കാരൊക്കെ നമ്മൾ ആരെയും അധിക്ഷേപിക്കുകയോ വിമർശിക്കുകയൊന്നും ചെയ്യല്ല. ബട്ട് ചില ആളുകൾ അവർക്ക് ടാക്സിൽ എക്സംഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സിൽ കുറച്ച് റിഡക്ഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കി കളിക്കാറുണ്ട്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 182 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ മക്കളെ, നമ്മുടെ പ്രീവിയസ് ഇയർ 2024-25 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 April 2024 to 31 March 2025 അല്ലേ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയറിൽ അദ്ദേഹം 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എത്ര ഡേയ്സ്, 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതല്ല എന്ന് ഒന്നെങ്കിൽ അവർ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സ് ഉണ്ടായിരിക്കണം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അവരെന്തൂടെ ചെയ്യണം, ലാസ്റ്റ് 4 ഇയേഴ്സിൽ 365 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. ലാസ്റ്റ് 4 ഇയേഴ്സിൽ 365 ദിവസം ഇന്ത്യയിലുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നെങ്കിൽ ഇദ്ദേഹം പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും അതിൻ്റെ കൂടെ തന്നെ അവർ കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് ലാസ്റ്റ് 4 ഇയേഴ്സിനുള്ളിൽ ഇന്ത്യയിൽ 365 ഡേയ്സും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുക. സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 182 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ. 182 ഡേയ്സോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 60 ഡേയ്സ് ഓർ മോർ ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ 60 ഡേയ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. ആൻഡ് അതോടുകൂടെ തന്നെ ഇവിടെ ആൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കണം, ഓറല്ല ആൻഡ് ആണ്. സോ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം എന്തുണ്ടായിരിക്കണം, 365 ഡേയ്സ്. ഓക്കെ, ലാസ്റ്റ് 4 ഇയേഴ്സിൽ അവർ 365 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സംഷൻസ് ഉണ്ട്. ആർക്ക്? ഫോർ ഇന്ത്യൻ സിറ്റിസൺ ഓർ ദ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ സിറ്റിസൺ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സംഷൻസ് ഉണ്ട്. ദിറ്റ് മീൻസ് എങ്ങനെയാണ്, ഇപ്പോൾ അവർ ഒരു ഇന്ത്യൻ ഒറിജിൻ ആണ് അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവർ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലായിട്ട് വിസിറ്റ് ചെയ്തു. അങ്ങനെ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 60 ഡേയ്സും 365 ഡേയ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ പ്രീവിയസ് ഇയർ. 4 ഇയേഴ്സിനുള്ളിൽ 365 ഡേയ്സ് ഉണ്ടായിരിക്കണം. അതായത് അവർ ഇന്ത്യയിൽ 60 ദിവസം, അതോടുകൂടെ 365 ഡേയ്സ് ലാസ്റ്റ് 4 ഇയേഴ്സിലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ ആ 60 ദിവസത്തിന് പകരം അദ്ദേഹം ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ അവർ 182 ഡേയ്സും പ്ലസ് 365 ഡേയ്സ് 4 ഇയേഴ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്ത്യയിലുള്ള ഇൻകം എന്ന് പറയുന്നത് 15 ലാഖിന് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അവരുടെ ഇന്ത്യയിലുള്ള ഇൻകം എന്ന് പറയുന്നത് 15 ലാഖിന് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര, 120 ഡേയ്സ് ഇന്ത്യയിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താണ്, റെസിഡൻ്റ് ആണ്. ഇനി 120 ഡേയ്സ് അവർ ഇന്ത്യയിലില്ല എന്നുണ്ടെങ്കിൽ അവരെന്താണ്, നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ ബേസിക് കണ്ടീഷൻസ് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ബേസിക് കണ്ടീഷൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻകം ടാക്സ് പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ അവർക്ക് ഈ 2 ബേസിക് കണ്ടീഷൻസ് അറിയേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിലുണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രീവിയസ് ഇയറിൽ 60 ഡേയ്സും അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് 4 ഇയേഴ്സിലായിട്ട്, അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 ഇയേഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ അവർ 365 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ ബേസിക് കണ്ടീഷൻസ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഈ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ റെസിഡൻ്റ് എന്ന് പറയും. ഇനി ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നോൺ റെസിഡൻ്റ് എന്ന് പറയും. ഇനി ഇത് റെസിഡൻറ്റിൻ്റെ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻ്റ് ഉണ്ട്, നോൺ റെസിഡൻ്റ് എന്ന് നമുക്കറിയാം. റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസിക്
കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളില്ലേ, അവരെയാണ് റെസിഡൻറ്റ് എന്ന് പറയുക. ഇനി നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്തവരില്ലേ, അവരെയാണ് നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി റെസിഡൻറ്റിനെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അതിന് ഇവിടെ 2 അഡീഷണൽ കണ്ടീഷൻസും പറയുന്നുണ്ട്. ആ അഡീഷണൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര ഡേയ്സ് ആ ഒരു ഇൻഡിവിജ്വൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓക്കെ ഇയാൾ എന്താണ് റെസിഡൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ അങ്ങനെ റെസിഡൻ്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അവർ ഓർഡിനറിലി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഓർഡിനറിലി റെസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2 അഡീഷണൽ കണ്ടീഷൻസ് കൂടെ പറയുന്നുണ്ട്. നമ്മൾ ബേസിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ 2 കണ്ടീഷൻസ് പറഞ്ഞല്ലോ, അതുപോലെ 2 അഡീഷണൽ കണ്ടീഷൻസ് കൂടി നമ്മൾ പറയുന്നുണ്ട്. ആ അഡീഷണൽ കണ്ടീഷൻസും നമ്മൾ പറഞ്ഞ ബേസിക് കണ്ടീഷൻസും അവർ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്, ROR എന്ന് നമ്മൾ ചുരുക്കി പറയും. ഓക്കെ, ഇനി ഇവരെന്താണ്, അവർ ആ ഒരു റെസിഡൻ്റ് ആണ്, മീൻസ് എന്താ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ബട്ട് അഡീഷണൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ അവരെന്താവുള്ളൂ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഓർഡിനറിലി റെസിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷേ ഇവിടെ അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല, ബട്ട് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താണ്, അവർ റെസിഡൻ്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അതാണ് RNOR, റെസിഡൻറ്റ് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല, ദറ്റ് മീൻസ് എന്താ ബേസിക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല, അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്തിരിക്കട്ടോ. അപ്പോൾ ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്ന സമയത്ത് ഈ ബേസിക് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ, അതല്ലാന്നുണ്ടെങ്കിൽ 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ 365 ഡേയ്സ് എന്ന് ഈ ഒരു പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളിലെ അതിലായിട്ട് 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ ഒരു കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവരെന്താണ് റെസിഡൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഈ അഡീഷണൽ കണ്ടീഷനിൽ അങ്ങനെയല്ല, ഇവിടെ ഓറല്ലേ പറഞ്ഞിരിക്കണേ, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമല്ലേ അതിന് വരുന്നത്, എന്താണ് അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ആൾ റെസിഡൻ്റ് ആണ്. പക്ഷേ അഡീഷണൽ കണ്ടീഷൻ്റെ കേസ് അങ്ങനെയല്ല. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, അതിൻ്റെ കൂടെ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡിനറിലി റെസിഡൻ്റ് ആവുള്ളൂ. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തു, ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു അഡീഷണൽ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ അസസി ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇൻ അറ്റ്ലീസ്റ്റ് 2 out of 10 years preceding the previous year. 10 വർഷത്തിലെ 2 വർഷം എന്തായിരിക്കണം ഇന്ത്യയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്തെന്ന് പറയാം, റെസിഡൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയിൽ ലാസ്റ്റ് 7 ഇയേഴ്സിൽ അദ്ദേഹം ഇന്ത്യയിൽ 730 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇത് 2 കണ്ടീഷൻസും ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് 2 കണ്ടീഷൻസ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുമ്പുള്ള 10 ഇയേഴ്സിലെ ആ 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതായത് 2 out of 10 ലാസ്റ്റ് 10 ഇയേഴ്സ് എന്നാണ് പറയുന്നത്, 2 out of the last 10 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റ് 7 ഇയേഴ്സിൽ അദ്ദേഹം 730 ഡേയ്സ്, എത്രയാണ് 730 ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ 7 ഇയേഴ്സിൽ വരും പോവും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ത്യയിൽ എത്ര ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തു. ലാസ്റ്റ് 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്താണ് ഈ ഒരു 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്താൽ അവർ റെസിഡൻറ്റ് പ്ലസ് ഓർഡിനറിലി റെസിഡൻ്റ് ആണ് അല്ലേ. ഇനി അവരിത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ, ഈ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ആ കേസാണ് എന്നുണ്ടെങ്കിൽ അവരെന്താണ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ദറ്റ് മീൻസ് ബേസിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല പ്ലസ് അഡീഷണലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റെസിഡൻറ്റ് ആരാണ്, നോൺ റെസിഡൻറ്റ് ആരാണ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറിലി റെസിഡൻറ്റ് ആരാണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ് ആരാണ്, അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവണം കേട്ടോ.
അപ്പോൾ ഇത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കിത് ക്ലിയർ ആയിരിക്കണം. അത് എന്താണെന്നുള്ള കാര്യം എന്തായാലും ഓർത്തിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ അടുത്തത് ഇനി നമുക്ക് പ്രോബ്ലമാണ്. അതായത് ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലെ അതിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാണ്ട്, അതായത് നമ്മളോട് ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എ എന്നുള്ളൊരു വ്യക്തി ഇന്ത്യൻ സിറ്റിസണാണ്. ഓക്കെ, ഇന്ത്യയിലോട്ട് വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഒരു 57 ഡേയ്സ് വരെ ഇന്ത്യയിൽ നിന്നു എന്നൊക്കെ കാര്യം നമ്മളോട് പറയാം. അല്ലെങ്കിൽ പറയും ഫസ്റ്റ് ഏപ്രിലിന് വന്നു ആൻഡ് 15th ജൂണിൽ തിരിച്ചു പോയി. ഓക്കെ, 15th ജൂണിന് തിരിച്ചു പോയി. ദെൻ വീണ്ടും 13th സെപ്റ്റംബറിന് വന്നു ആൻഡ് 31st ഡിസംബറിന് തിരിച്ചു പോയി. ഇങ്ങനെയൊക്കെയൊക്കെ നമ്മളോട് പറയാം. അപ്പോൾ ഇതിൽ എത്ര ഡേയ്സാണ് ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടായിട്ടുള്ളത് നമ്മൾ നോക്കും. അതിനനുസരിച്ചിട്ടാണ് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുക. റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 182 ഡേയ്സ് ലാസ്റ്റ് പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ മക്കളെ? 2024-25 ആണല്ലേ. എന്ത് 2024-25? 1st ഏപ്രിൽ 2024 to 31st മാർച്ച് 2025 അല്ലേ, 31st മാർച്ച് 2025 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യയിൽ ഈ ഒരു ടൈം പീരീഡിൽ ഇന്ത്യയിൽ 182 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റെസിഡൻ്റ് ആണെന്ന് പറയാം. അതല്ല 182 ഡേയ്സ് ഒന്നും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തില്ല, 60 ഡേയ്സൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷങ്ങളില്ലേ, നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ് അല്ലേ. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള 4 പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023-24 വരും, 2022-23 വരും, 2021-22 വരും, 2020-21 വരും. ഈ പ്രീവിയസ് ഇയറിൽ 4 ഇയേഴ്സ് അല്ലേ. ഈ 4 ഇയേഴ്സിൽ 365 ഡേയ്സ് എന്നുണ്ടായിരിക്കണം, ഇന്ത്യയിൽ ഉണ്ടായിരിക്കും വേണം. അതോടുകൂടെ നമ്മുടെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2024-25 60 ഡേയ്സും ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? റെസിഡൻറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ക്ലിയർ ആയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും റെസിഡൻറ്റ് ആരാണെന്നുള്ളതും നോൺ റെസിഡൻറ്റ് ആരാണെന്നുള്ളതും റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ആരാണെന്നുള്ളതും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആരാണെന്നുള്ളതും ക്ലിയർ ആവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തമ്പെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? നമ്മുടെ ഡിസ്ക്രിപ്ഷൻസിൽ നമ്മുടെ ഹോം പേജിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പർ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് എന്താണോ നിങ്ങളുടെ ഡൗട്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മേ ബി എല്ലാവർക്കും ഒരേ ഒരു ടീച്ചിങ് മെത്തേഡ് കത്തിക്കൊള്ളണമെന്നില്ല. അതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സ്ഥിതിക്ക് അവർക്ക് നമ്മൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ എന്താണോ നിങ്ങളുടെ ഡൗട്ട്, എവിടെയാണോ നിങ്ങളുടെ ഡൗട്ട്, ഏത് പോർഷനാണോ നിങ്ങളുടെ ഡൗട്ട്, അത് നിങ്ങളൊന്ന് എന്ത് ചെയ്താൽ മതി? ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളത് തിരുത്തി തരാം. അതർവൈസ് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെ എടുക്കണ്ട, അല്ലെങ്കിൽ ഒരു ടാക്സ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതോടുകൂടിയിട്ട് ടാക്സിൻ്റെ വീഡിയോ നിർത്താം. ഓക്കെ, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നല്ലതായിട്ട് തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങളൊന്ന് റിപ്ലൈ തരിക, ഒന്ന് പ്രതികരിക്കുക കേട്ടോ.